പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകത്തിലെ മറ്റൊരു ഭാഗം നമ്മളെല്ലാവരും പല രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഉൽപ്പത്തി 1:26-27 ഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി 6-ാം അധ്യായത്തിലെ കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി. അത് തന്നെ ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ച് ചിന്തിപ്പാനുണ്ട്. പ്രധാന പോയിന്റുകൾ നമുക്കൊരു പഠനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായി തീരും. കാരണം ഇന്ന് നമ്മളൊക്കെ പലരും പറഞ്ഞും പഠിപ്പിച്ചും ഉള്ളത് അനുവർത്തിച്ചു പോരുന്നവരാണ്. എന്ത് തന്നെ വന്നാലും നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇപ്പം നമ്മൾ പല നാമധേയ ആളുകളെ സഭക്കാരെയൊക്കെ കാണുമ്പോൾ അവർ പഠിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിക്കില്ല. ബൈബിളിൽ എത്ര തന്നെ നമ്മൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കില്ല. അതുപോലെ നമ്മളും സ്വതസിദ്ധമായിട്ട് നമുക്കൊരു പഠനം ആവശ്യമാണ് എല്ലാവർക്കും. ഉൽപ്പത്തി 1 അതിൻ്റെ 26-27 നമ്മളിങ്ങനെ കാണുന്നു. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ എന്ന് പറയുമ്പോൾ അത് പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ദൈവത്തിൽ തന്നെ 3 ആളത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് നാം നമ്മുടെ എന്ന് പറഞ്ഞത് എന്നാണ് കൂടുതലായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. നാം നമ്മുടെ, അത് ബഹുവചന അർത്ഥത്തിലാണ്, എലോഹീം. അപ്പം നമ്മൾ അതിനെ ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ ഇനി മറ്റെവിടെയെങ്കിലും അങ്ങനെ ബഹുവചനം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതായത് നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. അവിടെയും ബഹുവചനത്തിലാണ് പറയുന്നത്, നമ്മിൽ. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6-7 വാക്യങ്ങളിൽ കാണാം: വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കി കളയാം. അവന് 3 സ്ഥലത്ത് ബഹുവചന അർത്ഥത്തിൽ കാണാൻ പറ്റും. 3ഉം അത് ദൈവം പറയുന്നതായിട്ടാണ്. 11-ാം അധ്യായത്തിൽ വരുവിൻ എന്നാണ് പറയുന്നത്. വരുവിൻ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അന്നത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വരുവിൻ, നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി ഒരു ഗോപുരം പണിയാം. വരുവിൻ, നമ്മൾ ഭൂതലത്തിലെ ചിതറിപ്പോകാതിരിപ്പാൻ ഒന്നിച്ചിരിക്കാൻ എന്ന്. അപ്പം അവർ തന്നെ വരുവിൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ദൈവം പറയുന്നത്, വരുവിൻ, നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഭാഷ കലക്കി കളയാം. വരുവിൻ എന്ന് പറയുമ്പോൾ അത് പുറത്തുള്ള ആളുകളോട് പറയുന്ന ഒരു ആഹ്വാനമാണ്. വരുവിൻ, ഒരു മാഷ് കുട്ടികളോട് വരുവിൻ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ വരുവിൻ എന്ന് പറയുന്നത് ആ കുട്ടികളടങ്ങുന്ന സംഘത്തെയാണ്. അത് 11-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അറിയാം, പല സ്ഥലത്ത് വരുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നിൽ തന്നെയുള്ള ആളത്വങ്ങളോടാണെങ്കിൽ വരുവിൻ എന്ന ആ പദം പറയുമ്പോൾ ശരിയാവുന്നില്ല. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ നന്മതിന്മകളെ അറിയാം. അതാരാണ് ഈ നമ്മിൽ ഒരുവൻ? ഇനി നമുക്ക് ഇതിനൊക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ടൊരു ഭാഗം ഉൽപ്പത്തിയിൽ തന്നെ ഉണ്ട്. ഉൽപ്പത്തി 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നത് 3 പുരുഷന്മാരാണ് കാണുന്നത്. ഈ 3 പുരുഷന്മാരിൽ അതിൻ്റെ 22-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 2 പേർ സോദോമിലേക്ക് പോയി യഹോവ അബ്രഹാമിൻ്റെ അടുത്ത് നിന്നു. ഈ 2 പേർ പോയവര് 2 പേർ ദൂതന്മാരാണെന്ന് 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാം. 17-ന്റെ 1 വായിക്കുമ്പോൾ യഹോവ ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമായി യഹോവയാകുന്നു. അപ്പൊ യഹോവ അവൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ചുരുക്കി പറയുകയാണ്, ഈ യഹോവ 2 ദൂതന്മാരുമായിട്ട് അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത്, സ്വർഗത്തിൽ നിന്നായിരിക്കണമല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ പറയുകയാണ്, വരുവിൻ, നമുക്ക് അബ്രഹാമിൻ്റെ വീട് വരെ ഒന്ന് പോകാം.
എന്ന് പറഞ്ഞാൽ അത് ആരോടായിരിക്കും? അത് ദൂതന്മാരോട് തന്നെയാണ്. വരുവിൻ. കാരണം യഹോവയായ ദൈവവും ദൂതന്മാരും മനുഷ്യരൂപത്തിലാണ് അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നത്. അതിലൊന്ന് യഹോവയാണെന്ന് 22 മുതൽ വായിക്കുമ്പോൾ യഹോവ സംസാരിക്കുന്നുണ്ട്. അബ്രഹാമുമായിട്ട് സംസാരിക്കുകയാണ്, ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. നീ 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 40 പേരുണ്ടെങ്കിൽ 30 പേരുണ്ടെങ്കിൽ, അങ്ങനെ യഹോവയായ ദൈവത്തോട് അബ്രഹാം സംവാദിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നത് പൂർണ്ണ മനുഷ്യരൂപത്തിലാണ്. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇനി 11-ാം അധ്യായത്തിൽ വരുവിൻ, അവരുടെ ഭാഷ കലക്കി കളയാമെന്ന് പറഞ്ഞാൽ ആരോടാണ്? ദൂതന്മാരോടാണ്. ദൂതന്മാരുമായി വന്നിട്ടാണ് ഭാഷ കലക്കി കളയുന്നത്. ഇനി അവർ നന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഒരുത്തൻ? അതറിയാം. അരുണോദയപുത്രനായ ശുക്രൻ വെട്ടി വീഴുന്നതിന് മുമ്പ് അവൻ അനുസരണക്കേട് കാണിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ പോലെ അവൻ ആഗ്രഹിച്ച് അവൻ ദൈവത്തിന് വിരോധമായി ചിന്തിച്ചപ്പോൾ വെട്ടി വീഴ്ത്തിയപ്പോൾ അവൻ വീഴുന്നതിന് മുമ്പ് എന്തായിരുന്നു? നമ്മിൽ ഒരുവനായിരുന്നു, അതായത് ദൂതന്മാരിൽ ഒരുവനായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ ഒരു പ്രയാസമില്ല. അതാണ് മനുഷ്യനും എന്ത് ചെയ്തു? പാപം ചെയ്തപ്പോൾ അവൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അരുണോദയപുത്രനായ ശുക്രൻ തെറ്റ് ചെയ്തപ്പോൾ അവന് സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞു. അപ്പൊ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. അതൊരു ദൂതനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അബ്രഹാമിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം, അല്ലെങ്കിൽ യഹോവ, നമുക്ക് വരുവിൻ, നമുക്ക് അബ്രഹാമിന്റെ ഭവനം വരെ പോകാം എന്ന് പറഞ്ഞാൽ ആരോടാണ്? ദൂതന്മാരോടാണ്. അങ്ങനെയെങ്കിൽ 1:26-27 നാം നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനുണ്ടാക്കുക. ഇതേതാണ് സ്വരൂപം? അത് അബ്രഹാമിന്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട സ്വരൂപമില്ലേ? ദൂതന്മാരും യഹോവയായ ദൈവവും മനുഷ്യ സ്വരൂപത്തിലാണ്. അങ്ങനെയുള്ള ആ സ്വരൂപത്തിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് ആ സൃഷ്ടിപ്പിൽ പറയുകയാണ്, 6-ാം ദിവസം നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ എന്ത് ചെയ്യാം? മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പോൾ മനുഷ്യനെ, ആദാമിനെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? പുരുഷ രൂപത്തിൽ. അവർക്ക് ആദാം എന്ന് പേരിട്ടു. സ്ത്രീയും പുരുഷനും ഒറ്റ ശരീരമായിട്ടാണ് ഉണ്ടാക്കിയത്, പിന്നീട് വേർപ്പെടുത്തിയത്. അപ്പോൾ ആദാം ദൈവത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ വീടിൻ്റെ അവിടെ നമ്മൾ ചിന്തിക്കണം എപ്പോഴും. അപ്പോൾ ഇതിന് ദൈവത്തിൽ 3 ആളത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നങ്ങനെ ചിന്തിച്ച് ആ ഭാഗം ചിന്തിച്ചങ്ങനെ പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് ഡയാമി ശരട്ടകളെ പോലെ ദൈവത്തിൽ 3 ആളത്വങ്ങൾ. ഇനി ചിലർ ചിന്തിക്കും, അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് പ്രത്യക്ഷമായി 3 പുരുഷന്മാരെ, 2 പേർ സോദോമിലേക്ക് പോയവർ, അവര് പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ 3 വ്യക്തികളായി 3 ദൈവങ്ങളായി മാറി. അപ്പോൾ ആദ്യം പറയുന്ന സിദ്ധാന്തം തെറ്റും. കാരണം ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്, പക്ഷെ സെപ്പറേറ്റ് ആണ് എന്ന് അവിടെ വരും. സെപ്പറേറ്റ് ആകുമ്പോൾ ദൈവം ഏകദൈവം എന്ന് പറയാൻ പറ്റില്ല, 3ആയിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ഉൽപ്പത്തിയിൽ കാണുന്ന കറപ്ഷൻ ഉൽപ്പത്തിയിൽ തന്നെ മറുഭാഗങ്ങളിൽ അതിൻ്റെ ക്ലിയറൻസ് ഉണ്ട്. വചനത്തിന് അതെ എവിടെയും ക്ലിയറൻസ് വരുത്തിയിട്ടുണ്ട് വചനത്തിൽ. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. എവിടെയെങ്കിലും നമുക്ക് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ഭാഗത്ത് ദൈവം അത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ആകെ പരിശോധിച്ച് നോക്കണം, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും നമുക്കെടുത്ത് പഠിക്കാം, അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ സാത്താൻ്റെ ഒരു പരിപാടി എന്താ വെച്ചാൽ, ദൈവത്തെ വികലമാക്കി കാണിക്കുക എന്നൊരു ചിന്ത അവനുണ്ട്. കാരണം വെട്ടി വീഴ്ത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തെയും ദൈവവചനത്തെയും അതിനെ വക്രീകരിച്ച്, അല്ലെങ്കിൽ അതിനെ ബോഷ്കാക്കി മാറ്റി അനേകരെ എന്ത് ചെയ്യാണ്? തെറ്റിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമം പഠിക്കുമ്പോൾ ദാവീദിന് 1 ദിനവൃത്താന്തം 21:1 വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ മൊത്തം നശിപ്പിക്കണമെങ്കിൽ അവരുടെ ലീഡറെ പിടിച്ചാൽ മതി. അപ്പൊ ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു തോന്നൽ കൊടുത്തു, എന്താണ്? ഇസ്രായേൽ ജനത്തെ എണ്ണണമെന്ന്. എണ്ണിക്കഴിഞ്ഞപ്പോൾ പ്രശ്നം ഗുരുതരമായി. കാരണം ദാൻ മുതൽ ബെർശേബ വരെ ഒരു ദൂതൻ വന്ന് 70,000-ത്തിലധികം ആളുകളെ ഒരു സെക്കൻഡ് കൊണ്ട് കൊന്നു. വീണ്ടും അവൻ വാൾ ഊരി പിടിച്ചു നിൽക്കുന്നത് ദാവീദ് കണ്ടു. കാരണം ദൈവം
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കാരണം പുറപ്പാട് 30:11 മുതൽ വായിക്കുമ്പോൾ ജനത്തിൽ ബാധ ഉണ്ടാകാതിരിക്കുക, അതായത് ജനസംഖ്യ എടുക്കുമ്പോൾ അവർ 20 വയസ്സിന് മുകളിലുള്ളവരൊക്കെ അര ശേക്കൽ എന്ത് ചെയ്യണം, ഈ ആലയത്തിലേക്ക് കൊടുക്കണം, ബാധ ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ അത് പറഞ്ഞ ആ വചനം തെറ്റിച്ചു ദാവീദ്. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ ജനം നശിക്കും എന്നുള്ളത് സാത്താൻ അറിയാം, ബാധയുണ്ടാകും. അവരൊറ്റ എണ്ണലിൽ എന്ത് ചെയ്തു, ഒരു 3,00,000 ജനങ്ങളെ ദൈവം തന്നെ കൊന്നു. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ, അതായത് നേതൃത്വം കൊടുക്കുന്ന നമ്മൾ പലരും വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാലാകാലങ്ങളിലായിട്ട് നമ്മൾ അങ്ങനെ അനേകരനെ എന്ത് ചെയ്യാണ്, തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ നേതൃസ്ഥാനങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ജനം വിടുതൽ പ്രാപിക്കും. കാരണം ജനത്തെ നയിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, വീണ്ടും നമുക്ക് വചനത്തിലൂടെ നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും നമുക്ക് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.